അപ്പോൾ പുള്ളി അന്ന് എൻ്റെ ഡോക്യുമെൻ്ററിയുടെ ക്യാമറയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ നിരന്തരം സംസാരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ ശരിക്കും പുള്ളിയാണത് എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതും അതിൽ നിന്നാണ് ഞാനത് കറക്റ്റായിട്ട് പുള്ളിയുടെ നിന്ന് മേടിക്കുന്നതും. പിന്നെ ഈ ഈ അത് കറക്റ്റായിട്ട് ഞാനത് വെച്ചിരിക്കുകയും ചെയ്തു. അത് ഈ സമയം വരെ ഇത്രയും കൊല്ലം കഴിഞ്ഞിട്ട് 2010 സംഭവിച്ച കാര്യം എനിക്ക് തോന്നുന്നു ഇത്രയും 15 കൊല്ലം കഴിഞ്ഞതിന് ശേഷം അത് എൻ്റെ ആ കളക്ഷൻ ഞാൻ വെച്ചിരുന്നിടത്ത് നിന്ന് കിട്ടി എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട. അത്രയും ഞാൻ സൂക്ഷിച്ച് വെച്ചിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത് അങ്ങനെ ആ ഒരു ഐഡിയ നിന്നാണ് ഈ സംഭവം ഉണ്ടായത്. ബാക്കിയെല്ലാം ഒരു ബേസ്ഡ് ഓൺ റിയൽ സ്റ്റോറി എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ ഈ പറഞ്ഞതുപോലെ ഉണ്ടാക്കിയെടുത്തതാണ്. ഈ റീമ കല്ലിങ്കൽ എന്ന് പറയുന്ന നായികയിലേക്ക് സാറ് എത്തിച്ചേരുക എന്ന് പറയുന്നത് സാറിൻ്റെ ആദ്യമേ എനിക്ക് തോന്നുന്നു കനിക്കുസൃതി ഓൾറെഡി സാറിൻ്റെ മനസ്സിലുണ്ടായിരുന്നു, ഞാൻ എവിടെ വായിച്ചിരുന്നു, ഏതൊരു ഇൻ്റർവ്യൂവിൽ വായിച്ചിരുന്നു. അതുപോലെ റീമ അത് തന്നെയാണോ? അങ്ങനെയായിരുന്നു സാറിൻ്റെ അല്ല, ഒരിക്കലും. ഇത് എഴുതി എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ പലരെയും മനസ്സിൽ നോക്കിയായിരുന്നു. ആരെങ്കിലും 1-2 പേര് അപ്രോച്ചും ചെയ്തിരുന്നു.